ഇല്ലായ്മയോട് പടപൊരുതി ചിത്രരചനയിൽ അത്ഭുതങ്ങൾ തീർക്കുകയാണ് ചൈതന്യ ചന്ദ്രൻ എന്ന 10ാം ക്ലാസ്സുകാരി. ചിത്രരചനയുടെ ബാലപാഠങ്ങൾ പോലും പഠിച്ചിട്ടില്ലാത്ത ചൈതന്യയുടെ ചിത്രങ്ങൾ കാഴ്ചക്കാരിൽ അത്ഭുതം നിറയ്ക്കുന്നതാണ്. ചിത്രകലാ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ചൈതന്യയുടെ ആഗ്രഹത്തിനൊപ്പം സഞ്ചരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് ചൈതന്യ ചന്ദ്രൻ എന്ന 10ാം ക്ലാസ്സുകാരിയുടേത്. പ്രകൃതിയും മനുഷ്യനും മൃഗങ്ങളുമെല്ലാം ചൈതന്യയുടെ ചിത്രങ്ങളിൽ ജീവസുറ്റതാണ്. രണ്ട് വയസ്സ് മുതൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയതാണ് ചൈതന്യ. ചിത്രങ്ങൾ കാണുന്നവർ അഭിനന്ദിക്കാൻ തുടങ്ങിയെങ്കിലും ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ മകളെ ചിത്രരചനാ പഠനത്തിന് ചേർക്കാൻ മാതാപിതാക്കളായ ചന്ദ്രനും സ്വപ്നയ്ക്കും കഴിഞ്ഞില്ല. എങ്കിലും കൺമുന്നിൽ കാണുന്നതെല്ലാം ചൈതന്യ ചിത്രങ്ങളാക്കി. ചിത്രകല പഠിച്ച് അധ്യാപികയാകാനാണ് ചൈതന്യയുടെ ആഗ്രഹം. 8 ചിത്ര പ്രദർശനങ്ങൾ ഇതിനിടയിൽ കഴിഞ്ഞു. ആദ്യം നടന്നത് ബ്ലോക്കിൽ വെച്ചായിരുന്നു. പിന്നെ വരയ്ക്കാൻ തുടർന്ന് ഇതുപോലെ തന്നെ പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഒരുപാട് ഭയങ്കര ഇതായിട്ടൊന്നും പഠിക്കാനോ അതിനുള്ള ഒരു സാഹചര്യം പറ്റിയിട്ടില്ല ഇതുവരെ. അതിനുശേഷം എവിടെയെങ്കിലും MF എടുത്ത് തുടർന്ന് അതിനകത്തോട്ട് തന്നെ ആ ഇൻഡസ്ട്രിയിൽ തന്നെ പോയി അതിന് ഏറ്റവും നല്ല രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് കാണിക്കാനാണ്. കൂലിപ്പണിക്കാരനാണ് ചൈതന്യയുടെ അച്ഛൻ ചന്ദ്രൻ. ക്യാൻസർ അതിജീവിതയാണ് അമ്മ സ്വപ്ന. മകളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം ഓടിയെത്താനുള്ള ശ്രമത്തിലാണ് ഇവർ. ചെറുപ്പത്തിലെ മുതലേ ഭയങ്കര താല്പര്യമാണ് വരയ്ക്കാനൊക്കെ. പക്ഷെ നമ്മളധികം അങ്ങനെ ശ്രദ്ധിച്ചില്ല. പിന്നെ ഒരു 4ാം ക്ലാസ്സൊക്കെ തുടങ്ങിയ പിന്നെ മത്സരത്തിനൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് നമ്മളത് സീരിയസ് ആയിട്ട് എടുത്ത് പോണ മത്സരങ്ങൾക്കൊക്കെ സമ്മാനം കിട്ടാൻ തുടങ്ങി. പിന്നെ അവളിങ്ങനെ ലോക്ക്ഡൗൺ സമയമായപ്പോഴാണ് കൂടുതൽ അങ്ങനെ വരയിലോട്ട് പുള്ളി പഠിത്തം കഴിഞ്ഞ ഉടനെ തന്നെ ഇരുന്ന് തുടർച്ചയായിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വരച്ച് തന്നെ അയാളുടെ ഇതിൽ മാറ്റം. വിചാരിച്ച പോലെ പുറത്തൊന്നും വിട്ട് പഠിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ല. 1-2 സ്ഥലത്ത് പോയെങ്കിലും തുടർന്ന് പോകാൻ പറ്റില്ല. വടക്കൻ പറവൂർ ബോയ്സ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ചൈതന്യ. ചൈതന്യ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം സ്കൂളിലും സംഘടിപ്പിച്ചിരുന്നു. ജനം, കൊച്ചി.